ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇറ്റലിയിലെ മിലാനിലേക്ക് ഒരു യാത്ര പോയതിൻ്റെ വീഡിയോ ആയിട്ടാണ്. എമിറേറ്റ്സിൻ്റെ എയർബസ് A380 എന്ന ഫ്ലൈറ്റിലാണ് ഞാൻ ട്രാവൽ ചെയ്തത്. ഏകദേശം 600 പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാവുന്ന ഡബിൾ ഡെക്കർ ഫ്ലൈറ്റാണ് എയർബസ് A380. അതുപോലെ തന്നെ ഒരു ഫുൾ ലോഡ് ഫ്യൂവലിൽ ഇതിന് 14,000 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. മിലാനോയിലെ എയർപോർട്ട് വളരെ ചെറുതാണ്. അവിടെ വലിയ എയർക്രാഫ്റ്റുകൾ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ടിക്കറ്റ് മാൽപ്പൻസയിലേക്കായിരുന്നു. ഇറ്റലിയിലെ വലിയൊരു എയർപോർട്ടാണ് മാൽപ്പൻസ. ഈവനിങ് യൂറോപ്പ് ടൈം ഏകദേശം 5:30 ആയപ്പോഴാണ് ഞാൻ മാൽപ്പൻസ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. മാൽപ്പൻസ എയർപോർട്ടിൽ നിന്ന് മിലാനോ സിറ്റിയിലേക്ക് ഏകദേശം 1 മണിക്കൂറാണ് ട്രാവൽ വരുന്നത്. എയർപോർട്ടിൽ നിന്ന് ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തു. 130 യൂറോ ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഏകദേശം 13,000 രൂപ വരും. ലോകത്തിലെ 4ാമത്തെ ഫാഷൻ ക്യാപിറ്റലായി അറിയപ്പെടുന്ന നഗരമാണ് മിലാനോ. ലോകത്തിലെ എല്ലാ ലക്ഷൂറിയസ് ഫാഷൻ ബ്രാൻഡുകളുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയുണ്ട്. ഇത് സിറ്റിക്ക് കുറുകെ ഒഴുകുന്ന ഒരു ചെറിയ കനാലാണ്. ഇതിന്റെ ഇരുവശങ്ങളിലുമായി ഭംഗിയുള്ള കെട്ടിടങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ഓരോ കിലോമീറ്ററിലും ഇതുപോലെ ചെറിയ പാലങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇറ്റലിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണ് റെസ്റ്റോറൻറ്റുകളിലെ ബൊഫെ സിസ്റ്റം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുത്തതിന് ശേഷം പേ ചെയ്യുന്ന രീതിയാണ് അവിടെയുള്ളത്. ഇതാണ് ദുഓമോ ദി മിലാനോ. ഇതൊരു പള്ളിയാണ്. 1386-ലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം 6 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത്. ഇറ്റലിയിലെ ഏറ്റവും വലിയൊരു പള്ളിയാണിത്. 160 മീറ്റർ നീളമുള്ള ഈ പള്ളിക്ക് 92 മീറ്റർ വീതിയും 108 മീറ്റർ ഉയരമുണ്ട്. ഇതാണ് ഫ്രോസ കാസ്റ്റിൽ. 15-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കോ ഫ്രോസ നിർമ്മിച്ച ഒരു കോട്ടയാണിത്. പിന്നീട് 16-17 നൂറ്റാണ്ടുകളിൽ ഇത് റീകൺസ്ട്രക്ഷൻ നടത്തുകയും കോട്ട വലുതാക്കുകയും ചെയ്തു. അക്കാലങ്ങളിൽ യൂറോപ്പിലുണ്ടായിരുന്ന കോട്ടകളിൽ വലുതായിരുന്നു ഇത്. പിന്നീട് ലൂക്ക് ബർത്തലോമി 1800കളുടെ അവസാന കാലഘട്ടങ്ങളിൽ ഈ കോട്ട പുതുക്കി പണിയുകയും ചെയ്തു. ഇപ്പോൾ ഈ കോട്ട ഒരു മ്യൂസിയമായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.